ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. റസ്മിൻ ഭായ് ഇപ്പോ ഗബ്രിയോടും ജാസ്മിനോടും ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ രണ്ടുപേരെയും കൂടി ഈ പവർ ടീമിൽ ആഡ് ആക്കൂ ബിഗ് ബോസ് എന്നിങ്ങനെ അതിന്റെ ഇടയ്ക്ക് റസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് രണ്ടുപേരും കൂടി പവർ ടീമിലേക്ക് ആഡ് ആക്കാൻ പറഞ്ഞ. എന്നിട്ട് ഇത് പറഞ്ഞ് ഗബ്രിയുടെ മടിയിലേക്ക് വീഴുന്നു. എന്നിട്ട് പറയുന്നു ടാസ്കിൽ ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടു, പക്ഷെ ജിൻഡോയുടെ കൂടെ ഈ ഒരു പവർ ടീമിൽ വീണ്ടും ഇരിക്കാൻ താല്പര്യമില്ല എന്ന മട്ടിലാണ് റസ്മിൻ സംസാരിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി റസ്മിൻ ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞു. ജാസ്മിൻ ആ ഒരു പഴയ പവർ ഇല്ല. ഗബ്രിയോട് കൂട്ടുകൂടാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ജാസ്മിൻ ആ ഒരു പഴയ ടെറർ ഇല്ലാതായത്. ഇത് റസ്മിൻ കറക്റ്റ് ആയിട്ട് രണ്ടുപേരോടും പറഞ്ഞു കൊടുത്തു. വളരെ കറക്റ്റ് ആണ് ആ ഒരു കാര്യം. അത് വേറെ വിഷയം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. റസ്മിന് രണ്ടുപേരെ തെരഞ്ഞെടുത്ത് പവർ ടീമിൽ കയറ്റാൻ ഒരു അവസരം കിട്ടുവാണ് എങ്കിൽ ആ രണ്ടുപേര് ജാസ്മിനും ഗബ്രിയും ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇതിനു ശേഷം എനിക്കില്ല. ജിൻഡോ എന്ന കണ്ടസ്റ്റന്റ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പൊട്ടത്തരങ്ങളാണ്, മണ്ടത്തരങ്ങളാണ് എന്നിങ്ങനെ ഇമ്പോസ് ചെയ്യാൻ റസ്മിൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു 2-3 ദിവസമായിട്ട്. പിന്നെ റസ്മിന്റെ ഫ്രണ്ട്സ് എന്ന് വിളിക്കാവുന്ന 2-3 പേരാണ് നമ്മുടെ നോറ, ജാസ്മിൻ, ഗബ്രി ഒക്കെ. ഇവരെ ഫേവർ ചെയ്താണ് റസ്മിൻ നിൽക്കുന്നത്. ഇവരുടെ തീരുമാനങ്ങളാണ് റസ്മിന്റെ തീരുമാനങ്ങൾ. നോറ പലതും ചെന്ന് കൊളുത്തി കൊടുത്താണ് റസ്മിൻ ഈ കാണുന്ന ഈ ഒരു പരുവമായത്. ജിൻഡോയുടെ എഫേർട്ടിലും കൂടിയാണ് റസ്മിൻ പവർ റൂമിൽ കയറിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് റസ്മിന് പറയാനേ ഇല്ല. റസ്മിൻ അത് മറന്നു. റസ്മിന്റെ എഫേർട്ടിലാണ് ജിൻഡോ പവർ റൂമിൽ കയറിയത് എന്ന കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട് ജിൻഡോയ്ക്ക്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പവർ ടീം ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പിന്നെ ഇനി അടുത്ത ആഴ്ച ബിഗ് ബോസ് പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാം. ഓരോരുത്തരെയായിട്ട് ഓരോ ടീമിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാൻ പറയും എല്ലാവരുടെ അടുത്തും. ടണൽ ടീമിൽ നിന്നും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു അടി പൊട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ ഒരു പവർ ടീമിന്റെ പേരിൽ. എന്നിട്ട് ചിലപ്പോൾ ജാസ്മിൻ കയറും എല്ലാവരുടെയും പിന്തുണയോടെ. ഡെൻ ടീമിൽ നിന്നും നെക്സ്റ്റ് ടീമിൽ നിന്നും ഓരോരുത്തരായിട്ട് വരും. എന്നിട്ട് പവർ ടീമിന്റെ അംഗബലം കൂടും. ഒരാളോ രണ്ടുപേരോ ഈ ഒരു ടീമിലേക്ക് കയറും. എന്നിട്ട് ജിൻഡോയെ സൈഡാക്കാൻ ശ്രമിക്കും. പക്ഷെ ജിൻഡോ സൈഡ് ആവില്ല, ഇവര് സൈഡ് ആവും. ഇതൊക്കെയാണ് എന്റെ പ്രഡിക്ഷൻസ്. നമുക്ക് നോക്കാം ഇങ്ങനെ തന്നെ വരുമോ എന്ന്. ആസ് ഓഫ് നൗ റസ്മിന്റെ ഒരു അപ്രോച്ച് ഒട്ടും ശരിയല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓഡിയൻസ് എന്ത് വിചാരിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആണ് റസ്മിന്റെ ഈ ഒരു ഗെയിമും ട്രാക്കും ഒക്കെ. അത് റസ്മിന് ആപത്തിപ്പെടാനുള്ള പോക്ക് തന്നെയാണ്. തിരിച്ച് ട്രാക്കിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്.